നമസ്കാരം. മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. 90 അല്ലെങ്കിൽ 80-90 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന് പിന്നീട് അപ്രത്യക്ഷമായ നിരവധി നടിമാരും നായകന്മാരും ഒക്കെയുണ്ട്. അത്തരത്തിൽ പക്ഷേ അവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ എന്നും മറക്കാനാവാത്ത ചില കഥാപാത്രങ്ങളായിരിക്കും. ഒരു സിനിമയാണെങ്കിൽ പോലും മറക്കാനാവാത്ത ഒരു കഥാപാത്രമായിരിക്കാം അവർ സമ്മാനിച്ചത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ. അത് മലയാളികളുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും. അത് സൂപ്പർ ഹിറ്റ് സിനിമയാണെങ്കിലും. അത്തരത്തിൽ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടിയാണ് കസ്തൂരി. മലയാളികൾ എന്നും സ്നേഹിക്കുന്ന നടി തന്നെയാണ്. കസ്തൂരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഓർമ്മ അനിയൻ ഭാവ ചേട്ടൻ ഭാവ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ നരേന്ദ്രപ്രസാദിന്റെ മകളായി അഭിനയിച്ച കഥാപാത്രത്തെ തന്നെയാകും. ആ സിനിമയുടെ നെടുന്തൂണുകളിൽ ഒന്നായിരുന്നു കസ്തൂരിയുടെ നായികാവേശം. എന്നാൽ പിന്നീട് അതേ പ്രഭാവം നിലനിർത്തുന്ന കഥാപാത്രങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുമില്ല. കസ്തൂരി വിവാഹിതയായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ ചില വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ആരെ, എവിടെ, എങ്ങനെ എന്നൊന്നും ആരും അന്വേഷിച്ചിരുന്നില്ല. മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ തക്ക പ്രാധാന്യം മലയാള സിനിമയിൽ അവർക്കുണ്ടായിരുന്നില്ല എന്നതും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്ര സജീവമായിരുന്നില്ല എന്നതും ഒരു കാരണം തന്നെയായിരുന്നു. കസ്തൂരി ശങ്കർ എന്നാണ് നടിയുടെ പൂർണ്ണമായിട്ടുള്ള പേര്. പിതാവ് PS ശങ്കർ, മാതാവ് അഭിഭാഷകയായ സുമതി. ബിരുദ പഠനം കഴിഞ്ഞ് കോളേജിൽ നിന്നിറങ്ങിയതിന് തൊട്ടു പിന്നാലെ കസ്തൂരി തന്റെ സെലിബ്രിറ്റി ജീവിതം ആരംഭിക്കുകയായിരുന്നു. മിസ് ചെന്നൈ കിരീടം നേടിയായിരുന്നു തുടക്കം. അതേ വർഷം തന്നെ ഫെമിന മിസ് മദ്രാസ് ബ്യൂട്ടിയിലും അവർ റണ്ണറപ്പായി. മോഡലിംഗ് ആയിരുന്നു അക്കാലത്ത് കസ്തൂരിക്ക് ഇഷ്ടം. പല ബ്രാൻഡുകൾക്ക് വേണ്ടിയും മോഡലിംഗ് ചെയ്ത് ചെറുപ്രായത്തിൽ തന്നെ പണം സമ്പാദിക്കാൻ തുടങ്ങി. ഇതിനിടെ BBC മാസ്റ്റർ മൈൻഡ് ഇന്ത്യ ക്വിസിൽ ഫൈനലിസ്റ്റായി. കൂടുതൽ മാധ്യമശ്രദ്ധ ലഭിച്ചതോടെ സിനിമാക്കാരുടെ കണ്ണിലും പെട്ടു കസ്തൂരി. 1991 റിലീസായ ആദാ ഉൻ കൊയിലിലെ എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചത്. ലോ ബജറ്റ് പടങ്ങളിലൂടെ തുടക്കമിട്ട കസ്തൂരി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കമൽഹാസന്റെ ഇന്ത്യനിൽ അഭിനയിച്ചതോടെയാണ്. വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ചക്രവർത്തി, അഗ്രജൻ, മാംഗല്യപ്പല്ലക്ക്, പഞ്ചപാണ്ഡവർ എന്നിങ്ങനെ വേറെയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അനിയൻ ഭാവയുമായിരുന്നു കസ്തൂരിക്ക് മലയാളത്തിൽ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ചിത്രം. തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ല, തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കെല്ലാം സുപരിചിതയാണ് നടി കസ്തൂരി ശങ്കർ. അതേസമയം തന്നെ നടിയുടെ രാഷ്ട്രീയവും ചർച്ചയായിരുന്നു. നടി BJPയിൽ ചേർന്നത് ചർച്ചയായിരുന്നു. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനമായ കമലാലയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് തമിഴ്നാട് BJP അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനിൽ നിന്നാണ് നടി അംഗത്വം അന്ന് സ്വീകരിച്ചത്. സാമൂഹിക വിഷയങ്ങളിൽ എല്ലാം ഇടപെട്ട് സംസാരിക്കാറുള്ള കസ്തൂരി തന്റെ രാഷ്ട്രീയ നിലപാടുകളും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 51-കാരിയായ കസ്തൂരിയുടെ 34 വർഷത്തെ സെലിബ്രിറ്റി ലൈഫ് സംഭവബഹുലമായിരുന്നു. 90കളിൽ കോളിവുഡിൽ ഏറ്റവും ജനപ്രിയ നടിമാരിൽ ഒരാളായിരുന്നു കസ്തൂരി. ചെന്നൈയിലെ എതിരാജ് കോളേജിൽ പഠിക്കുമ്പോഴാണ് സിനിമാ അവസരം ആദ്യമായി നടിയെ തേടിയെത്തുന്നത്. 1991 സംവിധായകൻ കസ്തൂരി രാജയുടെ ആദാ ഉൻ കൊയിലിലെ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അത്. സിനിമയിലെ നായിക വേഷം ആരാധകർക്കിടയിൽ മികച്ച സ്വീകാര്യത നേടി. ആദ്യ സിനിമ ഹിറ്റായതോടെ നടിയെ തേടി തുടരെ അവസരങ്ങൾ എത്തി തുടങ്ങി. അങ്ങനെയാണ് രാസാത്തി വരും നാൾ, ചിന്നവർ, ഗവൺമെന്റ് മാപ്പിളൈ, അഭിരാമി, പുതിയ മുഖം തുടങ്ങിയ ഹിറ്റ് സിനിമകൾ നടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മോഡലിംഗിലുള്ള താല്പര്യമാണ് കസ്തൂരി അഭിനയത്തിലേക്ക് എത്തിച്ചത്. കോളേജിൽ പഠിക്കുമ്പോൾ കസ്തൂരി 1992 മിസ് ചെന്നൈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. ഫെമിന മിസ് മദ്രാസ് ബ്യൂട്ടി പേജന്റിലും മറ്റ് സൗന്ദര്യ മത്സരങ്ങളിലും നടി തുടർന്ന് പങ്കെടുത്തു. ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ് കസ്തൂരിയുടെ സിനിമയിലേക്കുള്ള വരവ്. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടായിരുന്നു ജനനം. മാത്രമല്ല, ഗ്ലാമറിന്റെ അതിപ്രസരമുള്ള സിനിമയും മോഡലിംഗും മകൾ തെരഞ്ഞെടുത്തപ്പോഴും മാതാപിതാക്കൾ പിന്തുണച്ചു. അമ്മ ഒരു അഭിഭാഷകയാണ്, അച്ഛൻ ശങ്കർ ഒരു എഞ്ചിനീയറും. പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും നടി കസ്തൂരിക്ക് മോഡലിംഗിലായിരുന്നു കൂടുതൽ താല്പര്യം. അതിന്റെ ഫലമായിരുന്നു പിന്നീട് തമിഴ് സിനിമയിൽ ചെയ്ത കഥാപാത്രമായ നായികാവേഷങ്ങൾ. അമ്മ ഒരു അഭിഭാഷകയായതിനാൽ ചെറുപ്പം മുതലേ കസ്തൂരിയെ ധൈര്യശാലിയായ പെൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. അതിനാൽ എവിടെയും തന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ നടി ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇക്കാരണത്താൽ കസ്തൂരി പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുമുണ്ട്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരെ അധിക്ഷേപിച്ച കേസിൽ അടുത്തിടെ നടി അറസ്റ്റിലുമായിരുന്നു. കഴിഞ്ഞ വർഷം ചെന്നൈയിൽ ഹിന്ദു മക്കൾ കക്ഷി നടത്തിയ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ ആയിരുന്നു നടിയുടെ വിവാദ പരാമർശമുണ്ടായത്. ഒരിക്കൽ അർദ്ധനഗ്നയായി നവജാത ശിശുവിനൊപ്പം ഫോട്ടോഷൂട്ട് നടത്തിയതും കസ്തൂരി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മദർഹുഡ് ആയിരുന്നു ഫോട്ടോഷൂട്ടിന്റെ തീമെങ്കിലും വിമർശനമാണ് നടിക്ക് ഏറെയും ലഭിച്ചത്. അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ജേഡ് ബീലിന് വേണ്ടിയാണ് അന്ന് കസ്തൂരി മോഡലായത്. തെന്നിന്ത്യയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ അന്ന് സ്വീകരിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നില്ല. അതും ഫോട്ടോഷൂട്ട് വിവാദമാകാൻ കാരണമായി. ഡോക്ടറായ രവികുമാറാണ് നടിയെ വിവാഹം ചെയ്തത്. 2 കുട്ടികളുടെ അമ്മയുമാണ് ഇന്ന് താരസുന്ദരി. കസ്തൂരിയുടെ ഭർത്താവ് ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. നടിക്ക് ചെന്നൈയിൽ ഒരു ആഡംബര വസതിയുണ്ട്. 108 കോടി വില മതിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ആഴ്വർപേട്ടിലെ കസ്തൂരി രംഗൻ റോഡിലാണ് വസതി സ്ഥിതി ചെയ്യുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതിന് കസ്തൂരി 15 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത്.
സീരിയലിൽ അഭിനയിക്കാൻ ഒരു എപ്പിസോഡിന് 30,000 രൂപ വരെ ഈടാക്കുന്നു. 34 വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് കോടികളാണ് താരം സമ്പാദിച്ചത്. അതേസമയം എന്നും വിവാദങ്ങളുടെ കളിത്തോഴി തന്നെയായിരുന്നു കസ്തൂരി. വീണ്ടും വിചാരമില്ലാതെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അവരെ വാർത്തകളിലേക്ക് വലിച്ചിഴച്ചിരുന്നു. അതിന്റെ തുടക്കം 2017-ലായിരുന്നു. രജനീകാന്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് സംബന്ധിച്ച് ചൂടുപിടിപ്പിച്ച ചർച്ചകളും ആലോചനകളും നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ സാധ്യതകളെ ചോദ്യം ചെയ്തുകൊണ്ട് കസ്തൂരി നടത്തിയ പ്രസ്താവന രജനിയുടെ ആരാധകരെ ചൊടിപ്പിച്ചു. രജനിയെ പോലെ ഒരു ഇതിഹാസ താരത്തെ വിമർശിക്കാൻ സാധാരണഗതിയിൽ സീനിയർ താരങ്ങൾ പോലും ധൈര്യപ്പെടാത്ത സന്ദർഭത്തിലായിരുന്നു കസ്തൂരിയുടെ അഭിപ്രായ പ്രകടനം. തൊട്ടടുത്ത വർഷം രാജീവ് ഗാന്ധി വധം സംബന്ധിച്ച് രജനീകാന്ത് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ തികഞ്ഞ അജ്ഞത മൂലമാണെന്ന് തുറന്നടിക്കാനും കസ്തൂരി മടിച്ചില്ല. ഇതേ ചൊല്ലി രജനി ആരാധകരും അനുയായികളും കസ്തൂരിയും തമ്മിൽ ചൂടേറിയ സംവാദങ്ങളും തർക്ക പ്രശ്നങ്ങളും സംഭവിക്കുകയുണ്ടായി. മീടു മൂവ്മെന്റ് ശക്തിപ്പെട്ട കാലത്ത് പല പ്രശസ്ത അഭിനേത്രികളും തങ്ങളുടെ മോശം അനുഭവങ്ങൾ തുറന്നു പറയാൻ വിമുഖത കാണിച്ചപ്പോൾ കസ്തൂരി അവിടെയും ആർജവം വെടിഞ്ഞിട്ടില്ലായിരുന്നു. പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാത്തതിന്റെ പേരിൽ പല സിനിമകളിൽ നിന്നും താൻ ഒഴിവാക്കപ്പെട്ടതിനെക്കുറിച്ച് അവർ തുറന്നടിച്ചിട്ടുണ്ട്. ഒരു നായക നടൻ തനിക്കെതിരെ പ്രതികാര നടപടികളുമായി മുന്നിട്ടിറങ്ങിയതും അദ്ദേഹത്തിന് പങ്കാളിത്തമില്ലാത്ത മറ്റു പ്രൊജക്ടുകളിൽ നിന്ന് പോലും സ്വാധീനം ഉപയോഗിച്ച് പുറത്താക്കാൻ ശ്രമിച്ചതും കസ്തൂരി തുറന്നടിച്ചിരുന്നു. തമിഴ് സിനിമയിലെ ആചാര്യസ്ഥാനത്തുള്ള സംവിധായകൻ ഭാരതിരാജയ്ക്കും മകനും കറുത്ത തൊലിയാണെങ്കിലും അവർ തങ്ങളുടെ സിനിമകളിൽ അവതരിപ്പിക്കുന്നത് കനം കുറഞ്ഞ വെളുത്ത തൊലിയുള്ള പെൺകുട്ടികളെയാണെന്നും കസ്തൂരി ആക്ഷേപിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ തമിഴിലെ ബ്രഹ്മാണ്ഡ സംവിധായകൻ എസ് ശങ്കർ പോലും കസ്തൂരിയുടെ വിമർശന ശരത്തിന് ഇരയായിട്ടുണ്ട്. തമിഴ് നടൻ രജിത്തിന്റെ ആരാധകൻ എന്ന് സ്വയം അവകാശപ്പെട്ട ഒരു യുവാവ് കസ്തൂരിക്കെതിരെ അനാവശ്യമായ ഒരു ലൈംഗിക പരാമർശം നടത്തുകയുണ്ടായി. ഒരാഴ്ചയ്ക്കകം തനിക്ക് ഒരു പെണ്ണിനെ വേണമെങ്കിൽ അമ്മയോടോ സഹോദരിയോടോ ചോദിക്കാൻ പറഞ്ഞ് കസ്തൂരി അയാളോട് അത് രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അയാൾക്കെതിരെ ഇട്ട സമൂഹ മാധ്യമ പോസ്റ്റിൽ കസ്തൂരി ഡേർട്ടി അജിത് ഫാൻസ് എന്ന് ടാഗ് ചെയ്തു. ഇതിൽ ക്ഷുഭിതരായ അജിത് ആരാധകരിൽ ചിലർ ഡേർട്ടി കസ്തൂരി ഫാൻസ് എന്ന് തിരിച്ചും ടാഗ് ചെയ്തു. ഇത് വലിയ വാക്തർക്കത്തിലേക്ക് വിവാദങ്ങളിലേക്കും നയിച്ചു. ഇത്തരം നീക്കങ്ങളുമായി നടൻ അജിത്തിന് യാതൊരു ബന്ധവും മനസ്സറിവുമില്ലെന്നായിരുന്നു ആ വിചിത്രം. എന്നാൽ അവിടം കൊണ്ടൊന്നും കസ്തൂരി വിവാദങ്ങൾ കൈവിട്ടിട്ടില്ല. ഈയിടെ ഹിന്ദു മക്കൾ കക്ഷി സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാക്കിയ തെലുങ്ക് സമുദായത്തിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന ഇറക്കിയതിന്റെ പേരിൽ ഹൈദരാബാദിൽ വെച്ച് കസ്തൂരി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. 2024-ലായിരുന്നു ഈ സംഭവം. രാജാക്കന്മാരുടെ അന്തഃപുരങ്ങളിൽ പരിചാരകരായെത്തിയ സ്ത്രീകളുടെ പിന്മുറക്കാരാണ് തമിഴ്നാട്ടിലെ തെലുങ്കർ എന്നതായിരുന്നു കസ്തൂരിയുടെ അധിക്ഷേപ പരാമർശം. വിവിധ സംഘടനകൾ നിരുത്തരവാദിത്തപരമായ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. 6ഓളം കേസുകൾ ചെന്നൈയിൽ മാത്രം കസ്തൂരിക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. താൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ലെന്നും വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് തൊട്ടു പിന്നാലെ രംഗത്തെത്തിയ കസ്തൂരി ക്ഷമാപണം നടത്തുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വിലപ്പോയില്ല. ഈ വിഷയം സംബന്ധിച്ച് ചോദ്യം ചെയ്യാനായി പോലീസ് അവരുടെ വീട്ടിലെത്തിയെങ്കിലും കസ്തൂരി ഒളിവിലാണെന്ന മറുപടിയാണ് കിട്ടിയത്. 3 ദിവസങ്ങളായി അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടന്നിരുന്നു. മുൻകൂർ ജാമ്യത്തിനായി കസ്തൂരി മദ്രാസ് ഹൈക്കോടതി സമീപിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. തന്റെ പ്രസംഗത്തിന്റെ പേരിൽ തമിഴ്നാട്ടിൽ കലാപമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഭരിക്കുന്ന കക്ഷിയുടെ അസഹിഷ്ണുതയും എതിർ ശബ്ദങ്ങളോടുള്ള വിദ്വേഷ മനോഭാവവുമാണ് ഇതിന് പിന്നിലെന്നും അവർ ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി അത് മുഖവിലക്കെടുത്തില്ല. തെലുങ്ക് വംശജരായ സ്ത്രീകൾക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ കഴിയുന്നതെന്ന് കോടതി ചോദിച്ചിരുന്നു. തന്റെ പ്രസ്താവന വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ പരാമർശം മാത്രമായിരുന്നെന്നും തെലുങ്ക് സ്ത്രീകളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്നും തെലുങ്ക് സ്ത്രീകളുടെ സദാചാര ബോധത്തെക്കുറിച്ച് തനിക്ക് വ്യത്യസ്ത അഭിപ്രായമില്ലെന്നും അവർ വിശദീകരിച്ചെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. കോടതിയിൽ തമിഴ്നാട് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദമുഖമാണ് കസ്തൂരിക്ക് വിനയായത്. കസ്തൂരിയുടെ വിവാദ പ്രസ്താവന അയൽ സംസ്ഥാനങ്ങളുമായുള്ള തമിഴ്നാടിന്റെ ബന്ധത്തെ ബാധിക്കുമെന്നും അതിനാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നും വാദം ഉയർന്നിരുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഒളിവിൽ പോയ കസ്തൂരിയെ ചെന്നൈയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ്. എഗ്മൂർ കോടതി റിമാൻഡ് ചെയ്ത കസ്തൂരിയെ പിന്നീട് വനിതാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. രാഷ്ട്രീയ അരാജകത്വം അവസാനിക്കട്ടെ എന്നാണ് കസ്തൂരി അറസ്റ്റിനോട് പ്രതികരിച്ചത്. താൻ ഒളിവിൽ പോയിട്ടില്ലെന്നും ഹൈദരാബാദിലെ വീട്ടിൽ വെച്ചായിരുന്നു അറസ്റ്റെന്നും അന്ന് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു.